وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആദം അലൈഹിസ്സലാമിന് മുമ്പിൽ മുഴുവൻ മലക്കുകളോടും അള്ളാഹു സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. എല്ലാ മലക്കുകളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആദം അലൈഹിസ്സലാമിന് മുമ്പിൽ പ്രണാമം ചെയ്തു, സുജൂദ് ചെയ്തു. പക്ഷേ അവിടെ ഒരാൾ മാത്രം അള്ളാഹുവിനെ ധിക്കരിച്ചു. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ട സമയത്ത് ഫസജദൂ, എല്ലാവരും, എല്ലാ മലക്കുകളും പ്രണാമം ചെയ്തു. ഇല്ല ഇബ്ലീസ, അത് ഇബ്ലീസ് ആയിരുന്നു. ഇബ്ലീസ് അള്ളാഹുവിനെ ധിക്കരിച്ചു, സുജൂദ് ചെയ്തില്ല. എന്താണ് ചെയ്തത്? അബ, വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഹി റെഫ്യൂസ്ഡ് ടു പ്രോസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ആദം അലൈഹിസ്സലാം. വസ്തക്ബർ, മാത്രമല്ല അഹങ്കരിക്കുകയും ചെയ്തു. വകാന മിനൽ കാഫിരീൻ, അങ്ങനെ ഇബ്ലീസ് നിഷേധികളിൽപ്പെട്ടവരായി. എന്തുകൊണ്ടാണ് ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത്? എന്തുകൊണ്ടാണ് ഇബ്ലീസ് അഹങ്കരിച്ചത്? ആദ്യം നമുക്ക് ഇബ്ലീസ് എന്ന പേരിൻ്റെ, നാമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ദൂരെയാക്കപ്പെട്ടവൻ, വലിച്ചെറിയപ്പെട്ടവൻ, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. അഥവാ നമ്മൾ കഥകളിൽ വായിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നിൽ വെക്കുന്ന ഇബ്ലീസ് എന്ന് പറയുന്ന സങ്കല്പം അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ശക്തിയല്ല, മറിച്ച് അതൊരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി തന്നെയാണ്. ഒരു മനുഷ്യൻ എന്നതുപോലെ ഒരു കൃത്യമായി അള്ളാഹു ഒരാളെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇബ്ലീസ് എന്നതിന് മറ്റൊരു പദമുണ്ട്, ഷെയ്ത്താൻ എന്നുകൂടെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ജിന്നുകളിൽ തന്നെ നിഷേധികളായിട്ടുള്ളൊരു കൂട്ടത്തിൻ്റെ നേതാവാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട്, പല സൂറകളിലായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു സന്ദർഭം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസ് മാത്രം അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഹിജ്റിൽ 30-ാമത്തെ സൂക്തം മുതൽ ഇങ്ങോട്ട് പിന്നീട് അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള, ഷെയ്ത്താനും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് എന്താണ് ഇബ്ലീസിനെ സുജൂദ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞത്. ഖാല യാ ഇബ്ലീസു മാ ലക അല്ലാ തകൂന മഅ അസ്സാജിദീൻ. ഖാല, അള്ളാഹു പറയുന്നു, ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, യാ ഇബ്ലീസ്, അല്ലയോ ഇബ്ലീസെ, മാ ലക, നിനക്ക് എന്താണ്, അല്ലാ തകൂന മഅ അസ്സാജിദീൻ. അല്ലാ തകൂന എന്ന് പറഞ്ഞാൽ ആവാതിരിക്കാൻ, മഅ അസ്സാജിദീൻ, പ്രണാമം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആവാതിരിക്കാൻ എന്താണ് തനിക്ക് പറ്റിയത്? എന്താണ് നീ ചെയ്യാത്തത്? അഥവാ എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല എന്ന് അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുകയാണ്. ഖാല, അപ്പോൾ ഇബ്ലീസ് പറയുന്നു, ലം അകുൻ ലി അസ്ജുദ ലിബശരിൻ, ഞാൻ സുജൂദ് ചെയ്യുന്നില്ല, ഞാൻ പ്രണാമം ചെയ്യില്ല. ആർക്ക്? ലിബശരിൻ, ഒരു മനുഷ്യന്. എങ്ങനെയുള്ള മനുഷ്യൻ എന്നാണ് ഇബ്ലീസ് പറയുന്നത്? ഖലഖ്തഹു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ഖലഖ്തഹു, നീ അവനെ സൃഷ്ടിച്ചു, അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചു. മിൻ സൽസാലിൻ, ഒരു സൗണ്ടിങ് ക്ലേ, അഥവാ കളിമണ്ണിൽ നിന്ന്, വരണ്ട കളിമണ്ണിൽ നിന്നാണ് നീ അവനെ സൃഷ്ടിച്ചത്. മിൻ ഹമഇൻ മസ്നൂൻ, ഹമ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മഡ്, മസ്നൂൻ എന്ന് പറഞ്ഞാൽ വളരെ ദുർഗന്ധമുള്ള, ഓർഡറുള്ള, ബാഡ് സ്മെല്ലുള്ള. അപ്പോൾ ദുർഗന്ധമുള്ള വരണ്ടുണങ്ങിയ കളിമണ്ണിൽ നിന്നാണ് നീ അവനെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുകയാണ്. ഇബ്ലീസിന്റെ ധിക്കാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിന്റെ പേരിലാണ് സുജൂദ് ചെയ്യാത്തത്? അത് സൂറത്തു സ്വാദിൽ കൂടെ ഇബ്ലീസിന്റെ ഒരു ഡയലോഗ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്. ഖാല അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ, മനുഷ്യനേക്കാൾ ഉത്തമം, ഞാനാണ് ബെസ്റ്റ്. ഖലഖ്തനി മിൻ നാരിൻ, എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ജ്വലിക്കുന്ന തീയിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്. വഖലഖ്തഹു മിൻ തീനിൻ, അവനെ സൃഷ്ടിച്ചതാവട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചതാവട്ടെ കളിമണ്ണിൽ നിന്നാണ്. ആലോചിച്ച് നോക്കി, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണോ ഇബ്ലീസും മനുഷ്യനും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ആ സബ്സ്റ്റൻസിന്റെ പേരിൽ ഞാനാണ് ഉത്തമൻ, ഇന്ന കൂട്ടർ താഴ്ന്നവരാണ് എന്ന് ഇബ്ലീസ് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവണതയെ പാടെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്.
ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഇബ്ലീസ് പറയുന്നത് ഖാല അന ഖൈറും മിൻഹു, ഞാനാണ് മനുഷ്യനേക്കാൾ ഉത്തമൻ. എന്തുകൊണ്ട്? ഖലഖതനി മിൻ നാരിൻ, എന്നെ ജ്വലിക്കുന്ന തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഖലഖതഹു മിൻ തീൻ, അവനെ അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചത് വെറും കളിമണ്ണിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത്. പക്ഷേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസിന്റെ പേരിൽ ഞാൻ ഉത്തമനാണ് എന്ന് ഇബ്ലീസ് പറയുകയാണ്. ഇന്നത്തെ സിറ്റുവേഷനുകളുമായിട്ട് പല രീതിയിൽ നമുക്കിത് കമ്പയർ ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും. പല ആളുകളും ഇന്ന് ഒരു കൂട്ടർ ജനിച്ചിട്ടുള്ള ജാതിയുടെ പേരിലോ അവരുടെ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ തൊലിയുടെ നിറത്തിൻ്റെ പേരിലോ ഒക്കെ ഞങ്ങളാണ് ഉന്നതരായിട്ടുള്ള ആളുകൾ, ഞങ്ങളാണ് എബവ് ആയിട്ടുള്ള മുകളിലുള്ളവർ, നിങ്ങൾ അണ്ടറാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രവണതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാടെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് തുടർന്നുള്ള കോൺവെർസേഷനിൽ കേൾക്കാൻ പറ്റും. അതിങ്ങനെയാണ്, ഖാല ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം. അള്ളാഹു പറയുന്നു ഫഖ്റുജ് മിൻഹ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് ഇബ്ലീസിനോട് പറയാണ്. ഫഇന്നക റജീം, നീ ആട്ടിയൊടിക്കപ്പെട്ടവനാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇബ്ലീസിനോട് പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ്. കാരണം നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്. വ ഇന്ന അലൈക, തീർച്ചയായും നിന്റെ മേൽ ഉണ്ടായിരിക്കുന്നതാണ് അല്ലഅന ഇലാ യൗമിദ്ദീൻ. അല്ലഅനത്ത്, ലഅനത്ത് എന്ന് പറഞ്ഞാൽ ശാപം. നമ്മൾ ലഅനത്തുല്ലാഹി അലൈക എന്ന അറബിയിലൊരു പ്രയോഗമുണ്ട്, അള്ളാഹിന്റെ ശാപം നിന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറയും. അപ്പം അതുപോലെ ലഅനത്ത് എന്ന് പറഞ്ഞാൽ ശാപം, ദ കേഴ്സ് ഓഫ് അള്ളാഹ്. അത് യൗമിദ്ദീൻ വരെ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, പ്രതിഫല ദിനം, അന്ത്യദിനം, വിചാരണ നടക്കുന്ന ആ ദിനം വരെയും നിന്റെ മേൽ ആ ശാപം ഉണ്ടാകും എന്ന് ഇബ്ലീസിനോട് അള്ളാഹു പറയുകയാണ്. ഖാല, അപ്പൊ ഇബ്ലീസ് അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, റബ്ബി, എൻ്റെ നാഥ, ഫഅൻളിർനി ഇലാ യൗമി യുബഅസൂൻ, എനിക്കൊരു അവസരം നൽകണം. ഫഅൻളിർനി, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, എനിക്ക് കുറച്ചുകൂടെ അവധി നൽകണം, അവസരം നൽകണം. ഇലാ യൗമി യുബഅസൂൻ, until the day of resurrection, ആ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നീ എനിക്കൊരു അവസരം നൽകണം എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്നു, ഖാല, അള്ളാഹു പറഞ്ഞു, ഫഇന്നക മിനൽ മുൻളരീൻ, നിനക്ക് ഞാനിതാ ആ അവസരം നൽകുന്നു, ഞാൻ നിനക്ക് അവസരം നൽകുകയാണ്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഏത് വരെ? until the known time എന്നാണ് കാണാൻ കഴിയുക നമുക്കതിൻ്റെ പരിഭാഷയായിട്ട്. അഥവാ ആ അറിയപ്പെട്ട ദിനം വരെ എന്ന് വെച്ചാൽ ലോകം അവസാനിക്കുന്ന ആ ദിനം വരെ നിനക്ക് ആ അവസരം ഞാനിതാ നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു ഇബ്ലീസിനോട് പറയുന്നു. അപ്പോൾ ഇബ്ലീസ് വീണ്ടും അഹങ്കാരത്തോടുകൂടെ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് തിരിച്ചു പറയുന്നുണ്ട്, റബ്ബി ബിമ അഗ്വൈതനി, അള്ളാഹുവെ നീ എന്നെ വഴികേടിലാക്കിയല്ലോ. ല ഉസയ്യിനന്ന ലഹും ഫിൽ അർളി, അതുകൊണ്ട് ല ഉസയ്യിനന്ന ലഹും, മനുഷ്യർക്ക് ഞാൻ എല്ലാം കൗതുകമുള്ളതായി തോന്നിപ്പിക്കും, അവരുടെ കണ്ണിൽ അത് കളർഫുൾ ആയി തോന്നിപ്പിക്കും. എന്ത്? ഫിൽ അർളി, ഭൂമിയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഭൂമിയിലുള്ളതൊക്കെയും മനുഷ്യർക്ക് ഞാൻ ഭയങ്കര കളർഫുള്ളായി അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതായി തോന്നിപ്പിക്കും. വല ഉഹ്വിയന്നഹും അജ്മഈൻ, അങ്ങനെ ഞാൻ അവരെ വഴികേടിലാക്കും എന്ന്. അഥവാ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരെ ഒന്നടങ്കം പല പ്രലോഭനങ്ങളും കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം വളരെ കളർഫുൾ ആണ്, അത് വളരെയധികം ഉന്മാദം നിറഞ്ഞതാണ് എന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് അങ്ങനെ അതിൽ തന്നെ വ്യാപൃതരാവാൻ അവരെ പ്രലോഭനം ചെയ്തുകൊണ്ട് മനുഷ്യരെ ഞാൻ വഴികേടിലാക്കും എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് പറയുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹ് എന്നെക്കാൾ താഴ്ന്ന ഒരു സബ്സ്റ്റൻസിൽ നിന്ന് അഥവാ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യന് എന്നോട് സുജൂദ് ചെയ്യാൻ നീ കൽപ്പിച്ചില്ലേ, അതുവഴി നിന്നെ ധിക്കരിക്കാൻ എന്നെ ഫോഴ്സ് ചെയ്തില്ലേ, നിർബന്ധിതനാക്കിയില്ലേ, അങ്ങനെ നീ എന്നെ വഴികേടിലാക്കിയതാണല്ലോ. അതുകൊണ്ട് അതിനു പകരം ഞാൻ അന്ത്യനാൾ വരെ ഉള്ള മനുഷ്യന്മാരെയൊക്കെ വഴികേടിലാക്കും, അവർക്ക് പല പ്രലോഭനങ്ങളും കൊടുക്കും എന്ന് ഇബ്ലീസ് പറയുകയാണ്. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. അപ്പൊ നമ്മളുടെയൊക്കെ ചെയ്തികളെക്കുറിച്ച് ആലോചിച്ച് പോവുകയാണ് അല്ലേ. അപ്പൊ ഇബ്ലീസ് പറയുന്നു, ഇല്ലാ ഇബാദക മിൻഹും അൽ മുഖ്ലസീൻ, പക്ഷേ ഇന്ന കൂട്ടർ അതിൽ ഉൾപ്പെടുകയില്ല. ആരാണ് ആ കൂട്ടർ? അത് അള്ളാഹുവെ, നിന്റെ ആത്മാർത്ഥതയോടുകൂടെ നിന്നെ ഇബാദത്ത് ചെയ്യുന്ന നിന്റെ അടിമകൾ, അവരൊഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴികേടിലാക്കും എന്നാണ് പറയുന്നത്. പയസ്സായിട്ടുള്ള അള്ളാഹുവിൻ്റെ ട്രൂ സെർവൻസ് ആയിട്ടുള്ള ആളുകളെ എനിക്ക് ഒന്നും ചെയ്യാനില്ല, അവരെ ഞാൻ പ്രലോഭിപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇബ്ലീസിന്റെ ഈ വാദത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ആയിരിക്കാം, പക്ഷേ എൻ്റെ അടിമകൾ ഉണ്ടല്ലോ,
എൻ്റെ യഥാർത്ഥ ദാസന്മാരുണ്ടല്ലോ, മൈ ട്രൂ ബിലീവേഴ്സ്, ട്രൂ സെർവൻസ്, അവരുടെ മേൽ നിനക്ക് ഇബ്ലീസെ യാതൊരു പവറും ഉണ്ടായിരിക്കുന്നതല്ല, നിനക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ കഴിയുകയില്ല എന്ന് ഇബ്ലീസിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇബ്ലീസെ നിന്നെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ അനുസരിക്കുന്ന, നിന്നെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടർ, ആ കൂട്ടരുണ്ടല്ലോ, അവരായിരിക്കും വഴികേടിലായിട്ടുള്ള ആളുകൾ. ആ വഴികേടിലായ ആളുകളൊക്കെ നരകത്തിൽ പ്രവേശിക്കും. ആ നരകത്തിലാവട്ടെ 7ഓളം വാതിലുകളുണ്ട്. അവർക്കൊക്കെയും അവരവരുടേതായിട്ടുള്ള വാതിലുകളിലൂടെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. സൃഷ്ടിപ്പിൻ്റെ പേരിൽ അള്ളാഹുവിനെ ധിക്കരിച്ച ഇബ്ലീസ് എങ്ങനെയാണ് മനുഷ്യരെ മുഴുവൻ പ്രലോഭനം കൊണ്ട് വഴികേടിലാക്കുമെന്ന് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കാനും ഇബ്ലീസിൻ്റെ ഈ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ വാതിലുകളിലൂടെയല്ല, സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ പ്രവേശിക്കാൻ, പേരെടുത്ത് വിളിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്കൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.